നമ്മളെപ്പോഴും പറയുന്നത് 3 ദിവസത്തിൻ്റെ കണക്കാണ്. 3-ാം പക്കം, 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ 3-നൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ അബ്രഹാത്തിൻ്റെ ബലിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ അബ്രഹാത്തിൻ്റെ ബലിയിൽ 3-ാം ദിവസമാണ് യിസ്ഹാക്കിനെ അവന് തിരികെ കിട്ടുന്നത്. 3 ദിവസങ്ങൾക്ക് ശേഷം. രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് യോനായുടെ ജീവിതമാണ്. യോന മത്സ്യത്തിന് ഉള്ളിൽ എത്ര ദിവസം കടന്നു? ഉറക്കെ പറ. 3 ദിവസം കടന്നവനാണ്. സീനായ് മലമുകളിലേക്ക് പോയ മോശ 3 ദിവസത്തിന് ശേഷം നിയമവുമായിട്ട് തിരിച്ചു വന്നു എന്ന് പറയുന്നുണ്ട്. നിയമവുമായിട്ട് തിരിച്ചു വന്നു. അതിനുശേഷം ഈജിപ്തിലേക്ക് ദൈവം ഒരു ഇരുട്ടയക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈജിപ്തിലേക്ക് ദൈവം ഒരു ഇരുട്ടയക്കുന്നു. 3 ദിവസത്തെ ഇരുട്ടിന് ശേഷം 3-ാം ദിവസം അവർ പ്രകാശം കാണുന്നത്. എല്ലാം കഴിഞ്ഞ് നമ്മൾ സാവൂളിൻ്റെ ഒരു ജീവിതം കാണുന്നുണ്ട്. സാവൂൾ പൗലോസായി മാറുന്നൊരു ഭാഗം. അവിടെ അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് 3-ാം ദിവസമാണ് അവന് കാഴ്ച കിട്ടുന്നത്.